പ്രിയമുള്ളവരെ, അല്ലാഹു എന്തു തരുന്നു അതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാ, അതെല്ലാം പടച്ചറപ്പിന്റെ തീരുമാനമാ. അല്ലാഹു നിനക്ക് സന്തോഷം തന്നാലും ദുഃഖം തന്നാലും എത്ര വലിയ വേദന തന്നാലും അത് പടച്ചറപ്പിന്റെ തീരുമാനമാണ്. എന്റെ പ്രിയമുള്ളവരെ, അത് രോഗമാകട്ടെ, അത് പ്രയാസമാകട്ടെ, അല്ലാഹു നിനക്ക് മക്കളെ തരാത്തതാകട്ടെ, പടച്ചറപ്പ് എന്ത് തന്നാലും അത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് കരുതികെട്ട് ക്ഷമിക്കാനുള്ള മനസ്സാണ് വേണ്ടത്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബിയുടെ ജീവിതം കണ്ടിട്ട് ശൈത്താന് പോലും അസൂയ തോന്നിപ്പോയി. അല്ലാഹുവിനോട് ശൈത്താൻ പറഞ്ഞു, അയ്യൂബിന് അനുഗ്രഹം കൊടുത്തത് കൊണ്ടാണ് നിന്നെ അയ്യൂബ് സ്തുതിക്കുന്നത്. പടച്ചവനെ, എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അയ്യൂബ് നിന്നെ മറക്കുമല്ലാ. അല്ലാഹ് പറഞ്ഞു, ഇല്ല ശപിക്കപ്പെട്ടവര് എന്റെ അയ്യൂബ് ഒരിക്കലും എന്നെ മറക്കൂല. ഇല്ല പടച്ചവരെ, ഇല്ല പടച്ചവരെ, പരീക്ഷണം കൊടുത്താ അതിന്നെ മറക്കുമല്ലാ. മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു. 81 വർഷക്കാലം സുഖ ആഡംബരങ്ങൾക്ക് നടുവില് കൊട്ടാരത്തിന്റെ അകത്ത് പട്ടിണി എന്താണ് പരിവട്ടം എന്താണെന്നറിയാതെ കഴിഞ്ഞുകൂടിയ അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരു നേരം വെളുത്തപ്പോ തന്റെ കൃഷിയിടങ്ങൾ മുഴുവനും നശിക്കുകയാണ്, തന്റെ കൊട്ടാരങ്ങൾ ഇടിഞ്ഞ് വീഴുകയാണ്, തന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെടുകയാണ്. പടച്ചവനെ, ഇന്നലത്തെ കോടീശ്വരനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ഒന്നുമില്ലാതാവുകയാ. ആ സമയത്ത് ശൈത്താൻ എടുത്തു ചെന്നിട്ട് ചോദിക്കുന്നു, എല്ലാ പോയല്ലോ? ആ സമയത്ത് പറഞ്ഞ മറുപടി, പടച്ചറപ്പ് എനിക്കെല്ലാം തന്നു, അതാ റബ്ബ് തന്നെ തിരിച്ചെടുത്തു. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറയുകയാ. പക്ഷേ പടച്ചവൻ പിന്നെയും ഒരു പരീക്ഷണം കൊടുത്തു. ലോകത്തൊരാൾക്കും കൊടുക്കാത്ത പരീക്ഷണമാണ്. അല്ലാഹുവേ, ശരീരമെല്ലാം ഇങ്ങനെ പഴുത്ത് പൊങ്ങുകയാണ്, വല്ലാത്ത ദുർഗന്ധം അടിച്ചു വീശുകയോ, ശരീരം മുഴുവനും അല്ലാഹുവേ ഇങ്ങനെ അതാ പഴുത്തു പൊങ്ങുകയാ, പൊട്ടിയൊലിക്കുകയാണ്, ജനങ്ങൾ മുഴുവനും ഓടിയൊളിക്കുകയാണ്. ഒരാൾ പോലും അയ്യൂബ് നബിയുടെ ചാരത്ത് വരുന്നില്ല. രോഗം പടരുമെന്ന് കരുതിയിട്ട് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് നാട്ടുകാര് കുടുംബക്കാര് മാറ്റി ഓടിക്കുകയാ. അയ്യൂബ് നബി അതാ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുമ്പോ അവിടെ നിന്ന് അയ്യൂബ് നബി നടന്നു പോകുമ്പോ തന്റെ ഭാര്യമാരിൽ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അയ്യൂബ് നബിയുടെ കൂടെ നടക്കുകയാണ്, അയ്യൂബ് നബിയുടെ കൂടെ നടക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അയ്യൂബ് നബിയുടെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ ഇങ്ങനെ താഴേക്ക് വീഴുകയാ. എല്ല് വെളിയിൽ കാണുന്ന രീതിയില് അയ്യൂബ് നബി ഇങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോ കണ്ടിട്ട് തന്റെ ഭാര്യയ്ക്ക് സഹിച്ചില്ല. ഓടി വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. പടച്ചറപ്പിനോടല്ലാ, എന്റെ രോഗമൊന്ന് ശിഫയാക്കിത്താ അല്ലാ എന്നൊരു പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹു ശിഫയാക്കുമല്ലോ. നിങ്ങൾ എന്തേ ദുആ ചെയ്യാത്തത്? അയ്യൂബ് നബി കരഞ്ഞുകൊണ്ട് പറയുന്നു, പെണ്ണ്, 81 കാലം അല്ലാഹു എനിക്കെല്ലാം തന്നല്ലോ, എന്തിനാണല്ലാ ഇതെനിക്ക് തന്നതെന്ന് എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടില്ലല്ലോ, ചോദിക്കാൻ നീ പറഞ്ഞിട്ടുമില്ലല്ലോ. അല്ലാഹു എനിക്കിന്നൊരു ചെറിയ പരീക്ഷണം തന്നപ്പോൾ, അല്ലാഹു എനിക്കെന്ന് ഒരു ചെറിയ പരീക്ഷണം തന്നപ്പോ എനിക്ക് റബ്ബിനോട് പരാതി പറയാവയ്യാ. നോക്കി നോക്കി മടുത്തെങ്കിലും നിനക്ക് നിന്റെ വഴി നോക്കാം. എന്റെ പ്രിയമുള്ളവരെ, അയ്യൂബ് നബി നടന്നത് 18 കൊല്ലമായിരുന്നു. വാപ്പാ, നിനക്കൊരു പനി വന്ന, ഒരു തലവേദന വന്ന, നീ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നവനല്ലേ. ശരീരം മുഴുവനും പഴുത്ത് ദുർഗന്ധമടിക്കുന്നു, മാംസങ്ങളങ്ങ് താഴെ വീഴുന്നു. 18 കൊല്ലം അത് ചുമന്നുകൊണ്ട് നടന്നതല്ലാതെ ഒരിക്കൽ പോലും
ഇതൊന്ന് ശിഫയാക്കി താ അല്ലാ എന്ന് അയ്യൂബ് നബി ഒരിക്കൽ പോലും ദുആ ചെയ്തില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് വറദ ബിമാ ഖസമല്ലാഹു ലക, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ നീയാണെന്ന് നബി മുഹമ്മദ്